ഞാൻ എന്റെ വഴിക്ക് പോകും. മരുന്ന് തന്നെ, എന്നും മരുന്ന് കഴിച്ച് വയ്യാണ്ടായി. മോളുടെ കൈയൊക്കെ സുഖമായോ? ശരിയായില്ലേ? പുതിയ ജോലിക്കൊക്കെ കേറിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സാറ് വന്നിരിക്കണു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്തേ നമ്മുടെ ആളുകളെ ഒന്ന് കാണാനില്ലല്ലോ, എവിടെയാണൊക്കെ? വന്നല്ലോ വനമാല. വയ്യ. എല്ലാരും ഉണ്ടല്ലോ. ചേച്ചി ഇല്ല, യാത്ര അന്ന് രാജസ്ഥാനിൽ പോയതാണ് വലിയ യാത്ര പോയത്. പിന്നെ പോയില്ല, വലുതൊന്നും പോയില്ല. ചെറിയ 2 ദിവസം 3 ദിവസത്തിന്റെ പോയുള്ളൂ. ഇനിയിപ്പോ നേപ്പാള് പോണം, കാശ്മീരിൽ പോണം. അപ്പൊ റെഡിയാവും. എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കച്ചവടത്തിലാവും. അല്ലല്ല, ഞങ്ങള് രണ്ടുപേരും 2 സ്ഥലത്താണ്. അതെ, ശരി. ശരി. കല്യാണായ മോളുടെ? എന്നാണ്? ജനുവരിയില്. അപ്പൊ ഇനി സാരി എടുക്കാൻ നേരണ്ട്. അവളുടെ കല്യാണം എന്താണ്? ഇന്റിമേറ്റ് കല്യാണം, 100 പേരുടെ കല്യാണം. അതെ, അതെ, അവരുടെ പിള്ളേരുടെ വക. മോന്റെ അങ്ങനെ പറഞ്ഞിരുന്നത്. അവസാനം മോളുടേത് അങ്ങനെ 100 പേരുടെ എന്ന് പറഞ്ഞ അവള് നിക്കുക. ഇന്റിമേറ്റ് മാരേജ് ആണെന്ന്. അതാ നല്ലത്. അതാവുമ്പോ അവർക്ക് ഇന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്, ആ ചെറിയ 50 പേരെ വെച്ച് കല്യാണം എനിക്ക് ഓർമ്മയുള്ളൂ, ഒരുപാട് ആളെ വിളിച്ച കല്യാണം ഓർമ്മയില്ലാന്ന്. സാറേ, സുഖമായിരിക്കണോ? അതെ, നിങ്ങൾ ഒരാള് മ്യൂട്ട് ചെയ്യണം. അവിടെ സൗണ്ട് എക്കോ വരുന്ന അടുത്തടുത്ത് ഇരുന്നിട്ടാണ് എക്കോ വരുന്നത്. ഒന്നെങ്കിൽ മാറിയിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ മ്യൂട്ട് ചെയ്യണം. അങ്ങേ മുറി പോയിരിക്കട്ടെ. അതെ അതെ. എവിടെ നമ്മുടെ കുഞ്ഞുണ്ണി കാണാനില്ലല്ലോ? ഞാൻ പറഞ്ഞില്ലേ മാഷേ, ഈ കാലിന്റെ പ്രശ്നത്തില്. നമ്മൾ തമ്മിൽ സംസാരിച്ചായിരുന്നു, എനിക്ക് മനസ്സിലായി. എനിക്കറിയാം. അതുതന്നെ ഞാനിപ്പോ വിശേഷം കേട്ട്, ചേച്ചിയുടെ വിശേഷം എല്ലാം കേട്ടു. നിങ്ങൾ നാളെ നാട്ടിലേക്ക് വരികയല്ലേ? ഇപ്പൊ ഞങ്ങൾ എറണാകുളത്തുണ്ട്. എറണാകുളത്തെത്തിയോ? എറണാകുളത്തെത്തി. കഴിഞ്ഞ ഈ ആഴ്ച എത്തി. ഈ ആഴ്ച തിങ്കളാഴ്ച എത്തി. നാളെ രാവിലെ 2 മാസത്തിന് ശേഷം വീട്ടോട്ട് കയറാൻ പോവാ. ഓക്കെ ഓക്കെ ഓക്കെ. സിലുവേ, കൺഗ്രാജുലേഷൻസ്, വലിയ താരമായി, വലിയ സെലിബ്രിറ്റി ആയി. ഇല്ലില്ല, പിന്നെ അത് ഇവരിങ്ങനെ വിളിച്ചപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്ത് അവരങ്ങനെ. എല്ലാം നല്ലതാണ്, നല്ലത് തന്നെ, നല്ലത് തന്നെ. അതെ, പിന്നെ ഞങ്ങൾക്കെല്ലാം ഒത്തിരി സന്തോഷമായത് കണ്ടപ്പോ. അതെ, സന്തോഷമായി. എനിക്ക് സന്തോഷമായി. നിങ്ങളവിടൊക്കെ പറയാൻ തന്നെ ഒരു സന്തോഷം. അതെ അതെ. ഇന്ദിരേച്ചി എല്ലാം ഗംഭീരമായിരിക്കണം. ഇന്ദിരേച്ചിയുടെ ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾക്കുള്ള ബലം. എന്റെ അമ്മോ, സ്തുതിച്ചിരിക്കണം. ഇന്ദിരേച്ചിയുടെ എല്ലാ വേദനയുടെ വഴിക്ക്, ഞാൻ എന്റെ വഴിക്ക്. എന്താ ഒരു ആറ്റിറ്റ്യൂഡ്! അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ നമ്മള്? ഗംഭീരം. മോനോടൊക്കെ അന്വേഷണം പറയണം ഞങ്ങളുടെ, കേട്ടോ? മോനോടൊക്കെ അന്വേഷണം പറയണം. മോൻ ഇന്നലെ ഗെറ്റ് ടുഗദറിന് അവന്റെ ക്ലാസ്സിലെ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് ഗെറ്റ് ടുഗദർ ആയിട്ട്. അവൻ നമ്മുടെ അടുത്ത ആളാണെന്നുള്ള പിന്നെയല്ലേ മനസ്സിലായത്. അവ എന്തൊക്കെ മിൽക്കി മിസ്റ്റിന്റെ എന്തോ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമിന്റെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ AC വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ഇത്തിരി സ്ഥലം വാങ്ങി എന്തെങ്കിലും കട തുടങ്ങണം. അല്ല, സ്ഥലം പണിയണം. അന്ന് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോഴാണ് ആളെ മനസ്സിലായത്. ഭയങ്കര. ചേച്ചി ഹോസ്പിറ്റലായിരുന്നപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചായിരുന്നു. അപ്പൊ ഞങ്ങള് ബിസിനസ്സിൽ ഒത്തിരി അടുപ്പമുള്ളയാ. അത് ശരി. അതെ അതെ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞൊരു മോന്റെ അടുത്തായിരുന്നു. 31-ാം തീയതി അവിടുന്ന് പറഞ്ഞു വിശേഷമൊക്കെ പറഞ്ഞു.
ചെല്ലാൻ പറഞ്ഞ എന്നും വിളിക്കണൊക്കെ ഉണ്ട്, പോയിട്ടില്ല. വളയൊക്കെ ഇട്ടിട്ടുണ്ടോ കയ്യില്? അവളെ ഷോപ്പ് വരാൻ പറഞ്ഞിട്ട് ഊരിയില്ലേ? കൈ കണ്ടില്ലേ, നീരല്ലേ നിറയെ. വളയിടാൻ പറ്റത്തില്ല. ഇട്ടിട്ടില്ല അല്ലേ? വള ഇടാൻ പാടില്ല, മോതിരം ഇടാൻ പാടില്ല, ഒന്നും ഇടാൻ പാടില്ല, ഒക്കെ ഊരാൻ പറഞ്ഞു. ആണോ? വള ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് വല്ലോടത്ത് പോകുമ്പോ, ഇപ്പൊ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതിന് പോകുമ്പോ ഇടും. അപ്പൊ എന്നോട് എന്റെ അനീറ്റിമാരൊക്കെ ചോദിക്കണേ, ഇന്ന് രേച്ചിക്ക് വലിയൊരു വളയെ കൂടെ വിഷം തന്നിട്ടോന്ന്. അങ്ങനെ ചോദിക്കണേ. എനിക്ക് വളയിലേക്ക് പറ്റില്ല. വള വീക്ക്നെസ് ആണല്ലേ, വള ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ഈ കൈ വൃത്തികേടായിട്ട് കിടക്കില്ലേ, ഭയങ്കര നീരൊക്കെ ആകുമ്പോ ഒരു ഭംഗി കുറവല്ല. അപ്പൊ ഞാൻ വേഗം വളയിടും. വളയിട്ടാ പിന്നെ അത് കാണില്ലല്ലോ. സുമതി ചേച്ചി എന്താ ഒന്നും മിണ്ടായിരിക്കണേ, മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണേ? സുമതി ചേച്ചി അങ്ങനെ ഓൺ ചെയ്യുവാ, ഇപ്പൊ കേക്കാം. ജോസേട്ടാ, ഞാനിവിടെ ആരോടും പോയി പറയരുത് ഈ കഥ. ജോസേട്ടാ, ഒന്ന് ജോസേട്ടാ, ചേച്ചി മനസ്സിലായോ? പ്രിജില പോയല്ലോ, പ്രിജില വന്നിട്ട് പോയി. അതെ, റീജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ പ്രിജില. പ്രജില വന്നോ? ഇങ്ങനെ ആക്കിയാ മതി, അപ്പൊ കാണാൻ പറ്റും. എന്താ നമ്മുടെ തൃശ്ശൂർ സെറ്റ് കയറിയിട്ടില്ലല്ലോ? നാളെ എടുക്കാൻ പോണേ. ബാബു അവരൊന്നും കയറിയില്ല. 15 കുഞ്ഞുണ്ണിയുടെ കല്യാണമൊക്കെ ഇല്ലേ? മെസ്സേജ് അയച്ചു നോക്കട്ടെ. ബൃന്ദ ചേച്ചി പറയൂ വിശേഷം. എവിടെ വൃന്ദ? ഞാനെന്ത് വിശേഷം പറഞ്ഞേ? ഇന്നലെ പറഞ്ഞില്ലേ വിശേഷമൊക്കെ? ഞാൻ ഒന്നും പറഞ്ഞില്ല. വന്നോ കണ്ടില്ലല്ലോ. അതെ, എല്ലാവരും ചോദിക്കും ഇനി അടുത്ത ടൂർ എവിടേക്കാന്ന് ജലജോട് ചോദിക്കുക. ഇതിപ്പോ ഞങ്ങള് ടൂർ ബുക്ക് ചെയ്തിരിക്കണു, തഞ്ചാവൂര്, ചിദംബരം ഒക്കെ. എല്ലാവരും ചോദിക്കണേ ഞാൻ പോണ്ടോന്നാ. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല പോണ്ടെന്നുള്ളത്. അല്ല, സിലുവിന്റെ അടുത്ത് നേപ്പാൾ അല്ലേ സിലു? അതെ, ഇവരുടെ ഹോട്ടല് ഞാനാ ബുക്ക് ചെയ്ത് കൊടുത്തേ, തഞ്ചാവൂര്. ഇവര് ഫാമിലി ആയിട്ട് പോകുന്നതാണ്. ഫാമിലി ട്രിപ്പാ. നേപ്പാളിക്ക് ഞാൻ പോകണ്ടേ സിലുവിന്റെ കൂടെ? ആണോ? മുന്നിൽ നിൽക്കാനുള്ളതാണല്ലോ. ഒക്ടോബറിലെ ഒക്ടോബർ 6 തീയതി. നേപ്പാള്? ഞാൻ നോക്കട്ടെ, ഞങ്ങള് തീരുമാനിച്ചില്ല. ലാസ്റ്റ് മിനിറ്റിലേ പറയുള്ളൂ. മതി, അപ്പൊ പറഞ്ഞാ മതി. 2 സീറ്റ് എടുത്ത് വെച്ചേ. അല്ല, ബിസിനസ് ഒക്കെ എങ്ങനെ കേറി നമ്മുടെ കേരളത്തിൽ മുഴുവനായതോണു. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് പോണു. നന്നായിരിക്കട്ടെ. ഞങ്ങൾക്ക് പറയാലോ, ഞങ്ങൾ അവരുടെ കൂടെ പോയിട്ടുണ്ട്, ടൂർ പോയിട്ടുണ്ടെന്ന് പറയാലോ. ആയിക്കോട്ടെ. ഞങ്ങൾക്ക് അടുത്ത ഒരു 15-ന് 20-ന് ഇടയ്ക്ക് ഒരു പുതിയൊരു ഇനോഗ്രേഷൻ വരുന്നുണ്ട് ചേർത്തലയില്, പുതിയത്. എവിടെയാണ് ചേർത്തലയിൽ വരുന്നത്? ചേർത്തല മിസ്റ്റർ DIY എന്ന് പറഞ്ഞിട്ട് മലേഷ്യൻ കമ്പനിയായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ഓപ്പണിംഗ് ആണ് ചേർത്തലയില്. അതെന്താ, ഡ്രസ്സാണോ? അല്ലല്ല, അത് ഈ ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ ഉള്ള വലിയൊരു സ്റ്റോറാണ്. ഇന്റർനാഷണൽ കമ്പനിയാ, മലേഷ്യൻ കമ്പനിയാ, മിസ്റ്റർ DIY. A to Z കാര്യങ്ങളുണ്ട് അതിനകത്ത്, എല്ലാവർക്കും ഉള്ളത്. അതായത് കാശ് വേണ്ടത് കൈ പിടിച്ച് വന്നോളാൻ. അത് വില കുറവാണ്, ഓൾവേസ് ലോ പ്രൈസ് എന്നാണ്. ഭയങ്കര വില കുറവായിരിക്കും, പക്ഷെ സ്റ്റേഷനറി ആണെങ്കിലും ലേഡീസിനുള്ള ഒത്തിരി ഐറ്റം ഉണ്ട്. ലേഡീസിനുള്ള പിന്നെ അടുക്കള ഐറ്റംസ് 10 രൂപയുടെ കമ്പനി മൂലം കൂടെ തുടങ്ങും. കുട്ടികളൊക്കെ കേറിയ പിന്നെ ഇറങ്ങത്തില്ല അതിനകത്തുനിന്ന്. നല്ല റേഞ്ച് ഉള്ളതാണ്. നല്ല 18,000 ഐറ്റം ഉണ്ട്. ജലജയം കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. അവളെ ഞാൻ വിളിച്ചു ഒരു ദിവസം, പോവാടി നമുക്ക് എന്ന് പറഞ്ഞിട്ട്. എല്ലാരും കൂടി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അവളോട് പോണട്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. നാസർ മാഷ് വന്നു, നാസർ മാഷും പ്രമിച്ചേച്ചിയും. മ്യൂട്ടാ നാസർ മാഷ്, മൈക്ക് മ്യൂട്ടാ. കണ്ടതിലുള്ള സന്തോഷം നമ്മുടെ ജോസേട്ടനുണ്ട്, ടീച്ചറുണ്ട്. പോലീസിനെ കാണാനില്ലല്ലോ. അതെ, പോലീസ്. കൺഗ്രാജുലേഷൻ സിലു, കൺഗ്രാജുലേഷൻ.
ആ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഉണ്ടായിരുന്നു ഇടയ്ക്കുള്ളൂ. അയ്യോ, നമസ്കാരം. നമസ്കാരം നമസ്കാരം സാറേ നമസ്കാരം സാറേ. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒന്ന് ഏഞ്ചലിൽ പോയി നമ്മുടെ ജോസേട്ടനൊന്ന് കണ്ടു. ആ, പിന്നെ ആദ്യമായിട്ട് നമ്മുടെ എന്താ പറയുക, സുലു നമ്മുടെ വക്കീലമ്മ മനോരമയിൽ വലിയ വാർത്തയായിട്ടൊക്കെ വന്നു. അപ്പൊ അതിന്റെ അഭിനന്ദനം ആദ്യം അറിയിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെല്ലാവരെയും കാണാൻ കഴിഞ്ഞുള്ള സുമതി മാഡം ഉണ്ട്, നമ്മുടെ ഇന്ദിര അമ്മച്ചീനെ കണ്ടതില്, ചേച്ചിനെ കണ്ടതിൽ ഏറ്റവും സന്തോഷം. അത് ഹെൽത്തി ആയിട്ട് നല്ല പുഞ്ചിരിയായിട്ടിരിക്കുന്നു. ഓ സന്തോഷം. അതാ അന്ന് വീട് അന്ന് എയർപോർട്ടിൽ വെച്ചിട്ട് വയ്യാണ്ടായപ്പോഴല്ലേ ഇവരുടെ ഒക്കെ സ്നേഹം കണ്ടത് ഞാൻ. മറക്കില്ല ആരെയും മറക്കില്ല. അയ്യോ ഇപ്പൊ രാത്രിമായിട്ട് പോലീസ് എല്ലാം പഞ്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയോ? ഓ കേട്ടില്ല കേട്ടില്ല. പോലീസ് എല്ലാം പഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീട് തൊട്ടടുത്തായിരുന്നു, എന്തേ വരാതിരുന്നേ? തൊട്ടടുത്ത വീട് കടയുടെ. അടുത്തല്ലേ? അല്ല, അന്നൊരു ഓട്ടത്തിലായിരുന്നു. അപ്പൊ അന്ന് ഈ പറഞ്ഞില്ലേ, അന്ന് ഞങ്ങള് ഒന്ന് ടൂറിലായിരുന്നു. അപ്പൊ ഇതിന് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ പ്രമി പറഞ്ഞു ഒന്ന് പോണം, ജോസേട്ടൻ്റെ അടുത്ത് ഉണ്ടാകുമോന്നറിയില്ല, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വേറൊരു ചേച്ചിയായിട്ട് ഇപ്പൊ അങ്ങനെ വന്നതാ. അപ്പൊ ഒരു കാര്യം, ഒരു സ്വകാര്യം ഞാൻ സിവി ടീച്ചറെ, ഒരു സ്വകാര്യം ഞാൻ ജോസേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലേ പോകുമ്പോ ഒന്ന് വിളിച്ചേക്കണം, വന്നിട്ട് കേറുക പോലും വേണ്ട, ജസ്റ്റ് കണ്ട് കുക്കുമ്പർ എടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും, അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പോരണം. തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ പറയേ രാജൻ സാറേ, പറയുക, വിശേഷങ്ങളൊക്കെ പറയുക എല്ലാരും. പ്രമി നാസർ മാഷ് ഇപ്പൊ യാത്ര കഴിഞ്ഞ് വന്നതാണോ? എവിടെ പോവായിരുന്നല്ലോ? ഇന്ന് തൃശ്ശൂരിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. തൃശ്ശൂര് അസീസിയ ഓർഗാനിക് വേൾഡ് എന്ന് പറഞ്ഞ ഒരു 10-40 ഏക്കറില് ഭയങ്കര വലിയൊരു തോട്ടവും. പക്ഷെ അയാൾക്ക് അവിടെ സെയിലുണ്ട്. അയാൾക്ക് കോടീശ്വരനാണ്. പക്ഷെ പുള്ളിക്ക് ഒരു മാനുഷിക ഇതുണ്ട്. ഈ ഫാമിംഗ് നടത്തിയിട്ട് അത് ജനങ്ങൾക്ക് ആ സാധനം, അതായത് പ്യൂർലി ഓർഗാനിക്കലി മാനേജ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു വലിയൊരു ഇതുണ്ട്. അപ്പൊ അവിടെ കുറച്ച് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി പോയതാ. അത് വന്നു, ഒരു 8-8:30 വന്നു. നമ്മുടെ മറ്റേ അവർക്ക് എറണാകുളത്തൊക്കെ ഉള്ളതല്ലേ? അവർക്ക് എറണാകുളത്തൊക്കെ ഉള്ളതല്ലേ? അതെ അതെ, കറക്റ്റ് സാറേ. അതെ അതെ, എറണാകുളത്തുണ്ട്. എനിക്കറിയാം. അദ്ദേഹം ഗൾഫിലായിരുന്നല്ലോ. അതെ അതെ, ഖത്തറിലെ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാൻ പുള്ളിനെ. അറിയാല്ലേ? അപ്പൊ പുള്ളി തന്നെ വിളിച്ചു. അവരുടെ ഫാമിന്റെ അഡ്വൈസറായിട്ട് ഞാൻ ഇതൊന്നും വേണ്ട, ടെക്നിക്ക് ഞാൻ വന്ന് കറക്റ്റ് ചെയ്ത് തരാം. അപ്പൊ ഇന്ന് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ 4 പേരും, പുള്ളിയുടെ ഭാര്യയും ഞാനും പുള്ളിയുടെ വണ്ടിയിലാ പോയത്. പുള്ളിയുടെ വണ്ടിയിലാ പോയത്. ഓക്കെ ഓക്കെ. അസീസിയ ഓർഗാനിക് വേൾഡ്. ഞങ്ങളുടെ ഒരു പാട്ടില്ലേ, ഒരു മരത്തിൽ നിന്ന് പറന്നു വന്ന പക്ഷിയും, ആ പാട്ടൊരു 4 വരി വേണ്ടി പാടും. 4 വരി ചൊല്ലി അത്. ഞാൻ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്ന ചെയ്യാമല്ല, ചിരി കണ്ടപ്പോ തന്നെ സന്തോഷമായി, ബാക്കി എല്ലാം ഓക്കെ ആയി. ഇന്ദ്രേജിക്ക് എങ്ങനെയുണ്ട്? ഇന്ദ്രേജിയെ സുഖം മുഴുവനായിട്ടില്ലേ. അപ്പൊ നാളത്തെയും കൂടി ഉണ്ട് മരുന്ന്. ഈ കീമോന് ഇപ്പൊ 6 പേരും ഗുളികയാണ് തന്നിരിക്കണേ ഇപ്രാവശ്യം. അത് 6 സൈക്കിൾ ഉണ്ടായിരുന്നേ. അപ്പൊ 4.5 മാസത്തെ ട്രീറ്റ്മെന്റ്. അത് നാളത്തോട് കൂടി കഴിയും. അത് കഴിഞ്ഞ് ആഗസ്റ്റ് അവസാനം പിന്നെ വീണ്ടും സർജനെ കാണണം, ഗാസ്ട്രോന്റെ. അവര് ചിലപ്പോ കോളനോസ്കോപ്പി പറയായിരിക്കും. അപ്പൊ ഇനി എന്താ പറയണേന്ന് അറിയില്ല നമുക്ക്. ഇനി എവിടെ എന്ത് രോഗം ഉണ്ടെന്നാണ് പറയാന്നൊന്നും അറിയില്ലല്ലോ. എവിടെങ്കിലും വന്നോട്ടെ, ആരെങ്കിലും വന്നോട്ടെ, പൊക്കോട്ടെ. നമുക്കൊരു കണ്ണൂര് വരും, കൊണ്ടൂര് പോകും. ഞാൻ എന്റെ വഴിക്ക് പോകും. നമുക്കൊന്നുകൂടി ഒന്ന് ഒത്തുകൂടണം. അയ്യോ, നിങ്ങളുടെ സ്നേഹമൊന്നും മറക്കാൻ പറ്റില്ല കേട്ടാ. അന്നൊന്ന് വയ്യാണ്ടായപ്പോഴല്ലേ എല്ലാവരും ഓടി വരുന്നു, നോക്കുന്നു, എടുക്കും. അയ്യോ, തന്നെ പോയി ഹോസ്പിറ്റലിൽ പോയി. അത്രയ്ക്ക് വയ്യാണ്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിയിക്കാണ്ട് എന്റെ അനീത്തിയോടും കൂടെ ഞാൻ മിണ്ടിയില്ല. അവളുടെ ട്രിപ്പ് മുടക്കണ്ടായി. പിന്നെ ഗൾഫിലൊന്നും പോയില്ലേ?
ഗൾഫിൽ അവിടെ പോയി അവിടെ ഒരാളെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, കോട്ടയത്ത് നിന്നുള്ള ഒരു സ്ത്രീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ എപ്പോഴും അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? അവള് പറയാ അവിടെ പോയി നിന്നാ ടൂറിന് പോകാൻ പറ്റുന്നില്ല അത്ര. ആ. അവളുടെ പരാതി അതാ. സിൽസിലയ്ക്ക് ആളുണ്ടാക്കല് പണി അവളുടെ. പ്രസ്റ്റീജ് നിങ്ങളിപ്പോ പരമേശ്വരൻ എവിടെ, ബാംഗ്ലൂരാണോ? ഞങ്ങള് ബാംഗ്ലൂരാ? ബാംഗ്ലൂരായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ എറണാകുളത്ത് വന്നു. നാളെ അതെ. ഞങ്ങൾ നാട്ടിൽ പോവാ. 2 ആ മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അതെ. പരമേട്ടനാണ് രാജൻ സാറിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇപ്പൊ ഇല്ല ചെറിയ കുഴപ്പമില്ല, ബുദ്ധിമുട്ട് കുഴപ്പമില്ല. ഇപ്പൊ ഈ യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് ചേട്ടന്. ആ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ബാംഗ്ലൂർ പോയി. അവിടെ ചെന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ശരി. ഇരിക്കുക. ഇപ്പൊ നടപ്പിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. ആ നടക്കുമ്പോ പെയിൻ ഉണ്ട്, നടക്കുമ്പോഴേ റൈറ്റ്. ഞാൻ ഈ കാശ്മീർ പ്രോഗ്രാം ഞങ്ങൾ നേരത്തെ പ്ലാൻ വളരെ താല്പര്യപ്പെട്ടിരുന്നു. ആ പോയില്ലേ? അല്ല, ഇപ്പൊ അസുഖം മാറട്ടെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം. അതെ വേദനയൊക്കെ ഉള്ളുമ്പോ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട. റെസ്റ്റ് ഇപ്പൊ മഴയല്ലേ. നമുക്ക് മഴ മാറിയിട്ടേ കേരളത്തിൽ തന്നെ നമ്മൾ ആരും പോവാതെ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ദിവസം കൂടാം. അത് ശരി. അത് നല്ലത്. ഗെറ്റ് ടുഗദർ പോലെ. രാവിലെ 5 ചെയ്തു കേട്ടോ സിലു. ഉം. അഞ്ചലി രാവിലെ ഒരു ദിവസം കൂടണം, ഒരു ദിവസം കൂടണം. കാശ്മീർ ട്രിപ്പ്. ഞാൻ പറഞ്ഞു നമ്മളെ പറ്റിയല്ല, എന്നെ കൊണ്ട് ഇപ്രാവശ്യം പറ്റിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവള് തന്നെ പോവുകയല്ല. അതെ എന്നോട് ആരോഗ്യം വയ്ക്കട്ടെ. ഞങ്ങൾ സിലു പറഞ്ഞ ഐഡിയ നല്ലതാണ്. നമുക്ക് കേരളത്തിൽ തന്നെ എറണാകുളത്തോ എല്ലാവർക്കും എവിടെയാണ് കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ദിവസം കൂടാം. അതെ അതെ ചേർത്തല മതിയാ, ചേർത്തല മതിയാ. ആ ചേർത്തലയാണെങ്കിലും ഓൾവേസ് വെൽക്കം, ഓൾവേസ് വെൽക്കം. സന്തോഷം. വളരെ സന്തോഷമാണ്. അത് നമുക്ക് എല്ലാവരും കൂടെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് പോവാം. അല്ല, ചേർത്തലയ്ക്ക് പോരും. അപ്പൊ നമുക്ക് വെറുതെ യാത്രയൊന്നും വേണ്ട, നമുക്ക് ഒരിടത്തിരുന്ന് വർത്താനം പറയാം. അതെ അതെ അത് മതി. ഒരു ഗെറ്റ് ടുഗദർ അപ്പൊ പോലെ ഒരു നമ്മുടെ ടീമിന്റെ. വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഉച്ച കഴിയുമ്പോ കാലത്ത് വന്നിട്ട് ഉച്ചക്ക് ഊണൊക്കെ കഴിച്ച് പതുക്കെ പിരിയാം. അതെ നമുക്ക് എല്ലാവർക്കും ചേർക്കാം. കളിക്കണ്ടേ. ആ തിരുവാതിര കളി നമുക്ക് നടത്താം. തിരുവാതിര കളി നടത്താം നമുക്ക്. നമുക്ക് കളിക്കണം. നമ്മുടെ വട്ടക്കളിയൊക്കെ ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയും. നമ്മുടെ വട്ടക്കളിയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കളിയൊക്കെ തിരുവാതിരകളിയൊക്കെ. എല്ലാം നോക്കും. കുഞ്ഞുണ്ണിയുടെ കല്യാണം പറയുന്നുണ്ടല്ലോ ഒക്ടോബറില്. എന്താണ്? ഒക്ടോബർ. നേപ്പാൾ ട്രിപ്പിന് മുമ്പാണോ ശേഷമാണോ? നേപ്പാൾ ട്രിപ്പിന് മുമ്പാണോ ശേഷമാണോ? അതെ, ഞാൻ നേപ്പാൾ ട്രിപ്പിന് ഇവരുടെ കല്യാണ ഡേറ്റ് നോക്കിയിട്ടില്ല. അത് ഒന്ന് നോക്കട്ടെ. ഏതെങ്കിലും പൂജ ഹോളിഡേയ്സിലാന്ന് തോന്നുന്നു അവരുടെ കല്യാണം. അപ്പൊ നേപ്പാൾ ട്രിപ്പോ അത് ഒക്ടോബർ 6 to 13. അപ്പൊ വരില്ലേ, കുഴപ്പമുണ്ടാവില്ല. ഒരു ചൊവ്വാഴ്ച പോയിട്ട് അടുത്ത ചൊവ്വാഴ്ച വരെ. എങ്ങനെ, നല്ലതാണോ അത്? നല്ല ട്രിപ്പാ, നല്ല സ്റ്റേ ആണ്, നല്ല ഇതാണ്. ഇതിനുമ്പ് പോയിട്ടുണ്ടോ സിലു? ഇല്ല ആദ്യമായിട്ടാ. പക്ഷെ അവിടെ ഒരു മലയാളി ഉണ്ട്, അദ്ദേഹമാണ് എല്ലാം ചെയ്യുന്നത്. അദ്ദേഹം ഫോറിനേഴ്സിന് മാത്രം ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്ന ആളാ. അപ്പൊ നല്ല രീതിയിൽ ചെയ്യാന്നുള്ളൊരു ഇതാണുള്ളത്. പിന്നെ നേപ്പാള് ഒരു കുറച്ച് ഇന്ത്യ പോലൊക്കെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് ദാരിദ്ര്യവും അങ്ങനെയൊക്കെയുള്ള, പക്ഷെ ഇതാണ്, ജനസംഖ്യ പ്രശ്നമൊന്നുമില്ല. ഭൂട്ടാൻ പോലെയല്ല. ഭൂട്ടാൻ എന്താന്ന് വെച്ചാല് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലം. നേപ്പാള് പക്ഷെ കുറച്ചും കൂടി ഒരു വേറെ. ഇപ്പൊ എന്റെ കൂടെ ഭൂട്ടാനി വന്ന നമ്മുടെ കൂടെ വന്നില്ലേ മറ്റേ ജമീല ടീച്ചറും ഹസ്ബൻഡും ഒക്കെ. നേപ്പാളിൽ പോയി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഭൂട്ടാനും നേപ്പാളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭൂട്ടാന് സ്വർഗമല്ലേ. നേപ്പാള് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഡൽഹി ഒക്കെ പോയത്, കാഠ്മണ്ഡു ഒക്കെ ഇന്ത്യയിലെ ഡൽഹി പോലത്തെ ഒരു തിരക്ക് കൂടിയ സ്ഥലമാന്നാ പറഞ്ഞത്. ഒരു അത്ര ഭൂട്ടാൻ നല്ല രസം. നമുക്ക് ഭൂട്ടാൻ പോവാ ജോസേട്ടൻ. നിങ്ങൾ ഭൂട്ടാൻ പോയില്ലല്ലോ? ഇല്ല, പോയിട്ടില്ല. ഭൂട്ടാൻ വരൂ, ഭൂട്ടാൻ നല്ല സ്ഥലം. ഭൂട്ടാൻ ആയിക്കോട്ടെ. അത് അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല ഞാനത് ചെയ്യുമ്പോ ഭൂട്ടാനില് കണ്ണടക്കടയില്ല, കണ്ണ് ഡോക്ടറും ഇല്ല. അത് ഭൂട്ടാനാണെന്നാ തോന്നണം. ഭൂട്ടാനാണ്. ഒറ്റ കണ്ണട ഷോപ്പില്ല, കണ്ണ് ഡോക്ടറും ഇല്ല. അത് മാത്രമല്ല, അവിടെ മറ്റേ നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സും കൂടുതലുള്ള സ്ഥലമാണ്. അതെ 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 അതെ. അവര് ലീഫി വെജിറ്റബിൾ കണ്ടുവാനം കഴിക്കുന്നോണ്ട് ആർക്കും കണ്ണിന് ഒരാഴ്ച അതെ അതെ, ഭയങ്കരമായിട്ട് നല്ല ഇതല്ലേ.
അപ്പൊ അടുത്ത ഭൂട്ടാൻ ആയിക്കോട്ടെ, നേപ്പാൾ മാറ്റി ഭൂട്ടാൻ ആക്കിയിരിക്കുന്നത്. ഭൂട്ടാനുണ്ട്. നേപ്പാൾ എനിക്കും നിങ്ങളെ കൊണ്ടുപോകാൻ അത്ര ഒരു എന്ന് വെച്ചാൽ അതല്ല, നമുക്ക് പോകുന്ന സ്ഥലം ഇഷ്ടപ്പെടുകയും കൂടി വേണമല്ലോ. ഭൂട്ടാൻ എന്താ വെച്ചാൽ നമുക്കൊരു അല്ലേ അച്ഛാ, നമ്മൾ പോകുമ്പോ നമ്മൾ മനസ്സിനൊക്കെ അതുപോലൊരു രാജ്യം, നമ്മൾ സ്വപ്നം കാണുന്ന പോലത്തെ ഒരു രാജ്യം, ഒരു സിസ്റ്റമാറ്റിക്. നമ്മളൊരാളുടെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഞാൻ പെട്ടുപോയി നേപ്പാള്. അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമുണ്ടല്ലോ, വാലി. ആ വാലി ഉണ്ടല്ലോ, വാലിയുടെ പേര് മറന്നുപോയി. സിലു ആ വാലിയുടെ പേര് പോപ്ജിക്ക വാലി. ടോപ്സിയ വാലി. സത്യം പറയാ ഒരു സ്വിറ്റ്സർലൻഡ് എഫക്റ്റ് ആണ്. അതെ അതെ. അത് അല്പം മഞ്ഞൂടുള്ള സമയമാണെങ്കിൽ വളരെ ഭയങ്കര അല്പം മഞ്ഞയാകാവും. അതെ അതെ. നമ്മളൊക്കെ കംപ്ലീറ്റ് അന്ന് മഞ്ഞുള്ളപ്പോഴല്ലല്ലോ നമ്മള് പോകും. സെപ്റ്റംബറിലാ പോയത്. ബൃന്ദ ചേച്ചി, നേപ്പാൾ നല്ല സ്ഥലം തന്നെ, അങ്ങനെ വിചാരിക്കില്ലേ? നമ്മൾ എവിടെ പോയാലും അടിപൊളിയാക്കും. നമുക്ക് നടക്കാനൊക്കെ പോയി അടിപൊളിയാക്കാം. ഇവര് പോണത് സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനും അല്ലേ? ഞങ്ങൾ അല്ല, വീട്ടിലിരുന്നത് കണ്ടു. സ്ഥിരം ഉണ്ടെങ്കിൽ ഏത് ട്രിപ്പും അടിപൊളിയായിരിക്കും. അതെ അതെ. സിബിയെ സിബി ടീച്ചർ എന്താ പറയുന്നത്? ജന്മാടൊക്കെ കഴിഞ്ഞിട്ട് ഇല്ല, അവര് എറണാകുളം പിള്ളേരൊക്കെ ആയിട്ട് എറണാകുളത്ത് പോയിരിക്കുക. ഏതാണ്ട് എക്സിബിഷൻ കാണാൻ പോയതാണ് അവിടെ. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. സിബി മ്യൂട്ടാണ്, സിബി മ്യൂട്ടാണ്, സിബി മ്യൂട്ടാണ്. മൈക്ക് ഓൺ ചെയ്തിട്ട് പറ സിബി. ഞങ്ങളെല്ലാരും എറണാകുളത്ത്, ജോസ് മാത്രമേ ചേർത്തലേ ഉള്ളൂ. ജോസ് വീട്ടിൽ വരണില്ല പറഞ്ഞു, ക്ഷീണമെന്ന് പറഞ്ഞു. അല്ലെ, എന്റെ അത്ഭുതം ജോസേട്ടൻ ഇല്ലാതെ, സിബി ചേച്ചി ഇല്ലാതെ ജോസേട്ടൻ എങ്ങനെ ജീവിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഞാൻ ചേർത്തലെത്തും. 6 മണിക്ക് പോയതാ, ഇപ്പൊ വരും. ഇപ്പൊ എത്തും. എനിക്ക് വിടാൻ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ പിള്ളേരെ വിളിച്ചോണ്ട് പോയതാ. ചേച്ചി ഒന്നും പരമേശ്വരൻ നമ്പൂരിനെ വിളിക്കൂ, പരമേട്ടനെ വിളിക്കൂ. എവിടെ കാണുന്നില്ലല്ലോ? അവിടെ ഇല്ലേ വീട്ടിൽ? അല്ല, ഇടയ്ക്കൊന്ന് വന്നു പുള്ളിക്കാർക്ക്. ഇവിടെ ഉണ്ട്, ബ്രഷ് ചെയ്യാൻ പോയതാ. പ്രജിലൊന്നും പറയാതെ പോക്കളഞ്ഞല്ലോ. ഉണ്ട് അവിടെ, ഇടയ്ക്ക് വരുന്നുണ്ട് ബാക്കിൽ. നമ്മുടെ ജാഫർ ഇവരൊന്നും കേറിയില്ല. ജാഫർ ആദ്യം പിന്നെ പോയതാ. ഒരു 5 മിനിറ്റ് നിന്നിട്ട് പോയി. ജാഫർ മാഷെ കണ്ടില്ലല്ലോ, ഞാൻ അപ്പുറത്തേക്ക് കയറിയില്ല. ജാഫർ മാഷ് നമ്മുടെ കൂടെ, ഞാൻ 2 ട്രിപ്പ് ഉണ്ട് ജാഫർ മാഷിലൂടെ. ഭൂട്ടാനും രാജസ്ഥാനും. ജാഫർക്കയും ബൃന്ദ ചേച്ചിയുമാണ്. ഹായ് പരമേട്ടാ. ഹലോ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ ഇത്തിരി ലേറ്റായി, ശകലം ലേറ്റായി ഞാൻ കയറാണ്ട്. ഹലോ ഹലോ, സുഖമായിരിക്കണോ? സുഖമായിരിക്കണോ? സുഖമായിരിക്കണു, ഇങ്ങനെ പോണു. പിന്നെ വേറെ ട്രിപ്പൊന്നും പോയില്ല? ഒരു സ്ഥിരം ട്രിപ്പുകാരാ. ഞങ്ങള് ബാലി പോയി, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഓ, അത് ശരി. അതെ അതെ. പിന്നെ നമ്മുടെ സുല് ഓർമ്മയുണ്ടോ? അന്ന് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. അപ്പൊ നമ്മുടെ 5-6 ടൂറിനും കൂടി പോകാനുള്ളതാണ്. ദൈവമേ, അതൊക്കെ എപ്പോഴും ഓർമ്മിക്കും. ഞാൻ ഏത് ട്രിപ്പ് പോകുമ്പോഴും പറയൂ അതൊക്കെ. ഉണ്ടായ സംഭവമൊക്കെ ഞാൻ എപ്പോഴും ബ്ലോക്ക് ആയപ്പോ എല്ലാരും പേടിച്ചു. പുള്ളി ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്കങ്ങനെ പറ്റില്ല. ഒരു അടച്ച സ്ഥലത്ത് അങ്ങനെ പെട്ടാ ഭയങ്കര ഒരു പാനിക് ആവും. എനിക്ക് അങ്ങനെ പേടിയില്ല കേട്ടോ. അങ്ങനെ ആയതല്ലേ. സാറ് വളരെ കൂളായിട്ട് തന്നെ
തീർന്നാണ് ജീവിക്കല്ലോ എന്താ നമ്മളെ റഹീംക്കയും കേറിയിട്ടില്ല, നമ്മളെ തൃശ്ശൂരത്തെ ടീമും ശ്രീകല ചേച്ചിയും കേറിയിട്ടില്ല. ബാക്കി ഒരുവിധം എല്ലാരും കേറി. ലിൻഡമാരെ ഓർമ്മയില്ലേ? ലിൻഡ കോഴിക്കോടുന്ന്. ലിൻഡ ഉണ്ട്. ആ 2 ലിൻഡമാരുണ്ടായിരുന്നില്ലേ നമുക്ക്? അതെ അതെ അതെ, 2 ലിൻഡമാരും ഒക്കെ. എന്തായാലും കുറെ പേര് നമ്മൾ കേറി. എന്തായാലും വിശേഷമൊക്കെ കേൾക്കാൻ പറ്റി, സന്തോഷം. പിന്നെ നമ്മുടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നില്ല, ആ കുട്ടി അവിടെ ഹേമ ചേച്ചി മാധവൻ അനിയത്തി. ഹേമ ആ ആ, രണ്ടുപേരുണ്ട്. തൃശ്ശൂർ എന്നുള്ള ടീം. അതെ അതെ. മറ്റൊരു പിന്നെ ആരും കേറിയിട്ടില്ല. ബാബും അവരങ്ങൊന്നും, ആ കുഞ്ഞുണ്ണി ഒന്നും കേറിയിട്ടില്ല. ആരും ബെൻസനും പിന്നെ ബാബു ഒക്കെ അല്ലേ? അവരൊന്നും കേറി കാണാനില്ല. കുഴപ്പമില്ല. അവര് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് കാണാം. ഒരു സന്തോഷല്ലേ നമ്മളെല്ലാരും കൂടി കാണുമ്പോ. നല്ലേ നമ്മൾ എത്ര നമ്മള് ആക്ച്വലി ഇപ്പൊ ഈ ജൂലൈ ആദ്യത്തിലൊരു ചെറിയ ടീം രാജസ്ഥാനിൽ പോയി, 15 പേര്, ഒരു ഫാമിലി. അപ്പൊ അവരിങ്ങനെ എല്ലാ സ്ഥലവും കണ്ടു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, ഓ കോട്ട തന്നെ കണ്ട് മടുത്തു. നമുക്കൊരു മടുപ്പുണ്ടായിട്ടില്ലല്ലോ, നമുക്ക് വർത്താനം കൊണ്ട്. എത്ര കിലോമീറ്റർ നമ്മള് നടന്നു. കറക്റ്റ്. നമുക്ക് മടുപ്പില്ലാഞ്ഞത് കോട്ട കണ്ടോണ്ടല്ലേ, നമ്മുടെ വാചകടി കാരണം മടുപ്പില്ല പോയത്. ശരി. അതിന് ജോസേട്ടന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്, അത് തുടങ്ങി വെച്ചതിന്. നമ്മളില്ലേ വണ്ടി 600 കിലോമീറ്റർ മാറി ചെന്ന് അറിഞ്ഞില്ല. അതെ ശരിയാ. അതെ അതെ അതെ. ബ്ലോക്ക് വന്നത് അറിഞ്ഞില്ല അല്ലേ? അതെ, വലിയ ബ്ലോക്ക് ഒക്കെ ഇവര് രണ്ടാളും കൂടി പറഞ്ഞ് അതെ, ബ്ലോക്ക് ഒന്നും പിന്നെ അറിഞ്ഞില്ല. ശ്രീകലയുടെ കഥ. അതെ അയ്യോ, ശ്രീകലയുടെ കഥ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. അത് ശ്രീകല എന്ത് ചെയ്ത് വന്നിട്ടില്ലല്ലോ. എന്തത്? കെനിയയില ചേച്ചി, നാട്ടിലില്ല, കെനിയെ പോയിരിക്കുക. ഓ അത് ശരി. ഞാൻ നേപ്പാൾ യാത്രക്ക് വിളിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ലീവ് എടുത്ത് പോയിരിക്കും, ഇനി ഈ വർഷം ലീവ് കിട്ടില്ല തോന്നുന്നു പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം കൂടാം. ചേച്ചിയുടെ അമ്മായിയമ്മ പൂച്ചക്ക് ഫുഡ് കൊടുക്കുന്ന ഞാന്. പ്രജി പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ യാത്ര പോയത്, ഗോവയ്ക്ക് പോയത്, ഡ്രസ് ഇട്ടിട്ട് പോയത് ഒക്കെ ഇങ്ങനെ ഓർക്കും. ഒരുപാട് ഓർമ്മകളുണ്ട് ട്ടാ നമുക്ക് ആ പോയാല്, കഥകളും. അതെ അതെ, നല്ല രസമായിരുന്നു. എന്തായാലും എല്ലാരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ ഒരു ആരുടെ വീട്ടിൽ വെള്ളമൊന്നും കേറിയില്ലല്ലോ? ഏയ് ലിലുവിന്റെ വീട്ടിൽ കേറിയാ ലീല? എന്റെ വീട് മലയായതുകൊണ്ട് വെള്ളം കേറൂല. വെള്ളം മല ഇടിഞ്ഞു പോവാഞ്ഞാ മതി. അത് ശരിയാ. പെട്ടെന്ന് മൂപ്പര് റിക്കവർ ആയി. മൂപ്പര് വാക്കർ ഉപയോഗിച്ച് മുറ്റത്തൊക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ മൂപ്പര് ടോയ്ലറ്റിലൊക്കെ പോകാൻ തുടങ്ങി. വേദന ഇല്ല, അതൊരു വലിയ അനുഗ്രഹമായി. വേദന ഇല്ലാത്തത് കൊണ്ട് അത് ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ ഈ സൈക്കാട്രിക് മെഡിസിൻ ഒക്കെ കഴിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും എന്നാ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഉടനെ തന്നെ എനിക്ക് ഉപ്പാനെയും കൂട്ടി ഒരു നടക്കാൻ പോകും. എന്റെ അനിയത്തി വരികയാണ് 12-ാം തീയതി ഗൾഫിൽ നിന്ന് വരും, ഒരു വർഷത്തിന് ശേഷം. അപ്പൊ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മെന്റലി നല്ലോണം ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ഒരു പേടിയും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ റെഡിയായി. പിന്നെ ഞാൻ നേപ്പാൾ ട്രിപ്പ് ഒക്കെ ചെയ്തു, ഇപ്പൊ കാശ്മീരൊക്കെ ചെയ്ത് അങ്ങനെ ആ പേടിയൊക്കെ അങ്ങോട്ട് മാറുന്നു. അതെന്തിനാ പേടി? എന്തിനാ എന്തോ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പേടി. അതെന്താ? ഒരു ആങ്സൈറ്റി. എനിക്കത് ചെയ്യാൻ പറ്റുമോ, അയ്യോ അങ്ങനെ തെറ്റോ, ഒരു ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യുമ്പോ പോലും അത് തെറ്റിപ്പോവോ എന്നൊക്കെ പറഞ്ഞ ഒരു പേടി, ഒരു കുറച്ച് ദിവസത്തിന്. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് സംസാരിച്ച് അത് അങ്ങോട്ട് റെഡിയായി. ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ ആയി. അതൊരു പേടി, എന്തോ അറിയില്ല, ഇപ്പാക്ക് ഇങ്ങനെ വന്നത് കൊണ്ടോ എന്തോ അതോ അറിയില്ല, ഒരു പേടി വന്നു. ഞാൻ വിചാരിച്ചു എന്തേലൊക്കെ വലിയ ബുദ്ധിമുട്ടാവാണെങ്കിൽ നിങ്ങളോടൊക്കെ വന്ന് പറയാലോ, അപ്പൊ നിങ്ങളെല്ലാരും സഹായിക്കുമല്ലോ, സിബി ചേച്ചിനെ വിളിക്കാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അതെ, പല്ലുതേപ്പ് വേണ്ട പല്ല്. പ്രജി എവിടെ പോയി? പ്രജി പെട്ടെന്ന്, പ്രജിക്ക് എന്തോ പ്രജി ഉണ്ടായിരുന്നു തുടക്കത്തില്. പ്രജി വാരണാസി പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. വാരണാസി പ്രജി ഉണ്ടാവും, വാരണാസി യാത്രക്ക് നമ്മളെല്ലാരും കൂടി. ഇപ്പോഴല്ല, ഒക്ടോബറിലാ. ഞാൻ പറയണ്ട്, പറ്റുന്നവരൊക്കെ വരാം. സുമതി ചേച്ചി എല്ലാവരുടെ അടുത്തും ഒരു ഹായ് പറഞ്ഞോളൂ. നമുക്കിനി ഒരു 5 മിനിറ്റിൽ നിർത്താം.
കൺഗ്രാചുലേഷൻസ് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? കേട്ടു, അതൊക്കെ ഞാൻ കേട്ടു. കൺഗ്രാചുലേഷൻ ഒക്കെ കേട്ടു. രാവിലെ ഞങ്ങളൊരു സ്ഥലം മരുവളെ വീട്ടിൽ പോയതാണ്. ഇന്നിപ്പോ വന്നിട്ടുള്ളേ. വിശദീകരിച്ച് ചോദിക്കാനൊന്നും സമയം കിട്ടിയില്ല. പ്രസന്ന സുഖാണോ? മോള് കൂടെ ഉണ്ടോ സോമ ചേച്ചി അല്ലേ? മോളില്ലേ കൂടെ? ഞങ്ങളെല്ലാരും കൂടിയാ പോയത്. മോള് ഇവിടെ ഉണ്ട്. മോളുണ്ട്. നാസർക്ക സുഖാണോ? ഓ സുഖമായിട്ടിരിക്കുന്നു. പോലീസ് പോലീസിനെ പേടിയുണ്ട്. പോലീസിനെ പേടിയുണ്ട്. ഇപ്പോഴും കൃഷി യാത്രയൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട്